ലോകകപ്പിന്റെ ഗ്ലോബൽ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററും ഫിഫ അണ്ടർ-17 ലോകകപ്പിന്റെ ലോജിസ്റ്റിക് മാനേജറുമായിരുന്ന CKP ഷാനവാസ് ഇന്ന് ചേരുകയാണ്. CKP ഷാനവാസ്, സ്വാഗതം ന്യൂസ് മലയാളത്തിലേക്ക്. നമ്മൾ ലോകകപ്പിന്റെ അങ്ങനെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഫൈനൽ പോരാട്ടത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു. യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുകയാണ്. എന്താണ് പ്രതീക്ഷ? തീർച്ചയായും എവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു സൗത്ത് അമേരിക്കൻ ടീമും ഒരു യൂറോപ്യൻ ടീമും, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. എസ്പെഷ്യലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫൈനലിസ്റ്റ് മാച്ച് കഴിഞ്ഞ വർഷം നടക്കേണ്ടതായിരുന്നു. അത് ഫുട്ബോൾ ആരാധകർക്ക് നഷ്ടപ്പെട്ടതാണ്. വീണ്ടും അതിന്റെ പ്രത്യേകിച്ചിട്ട് ഫൈനലിസ്റ്റിനേക്കാൾ കൂടുതൽ ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പൊ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാല് രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം തന്നെയായിരിക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഇതുവരെയുള്ള മത്സരങ്ങൾ രണ്ട് ടീമിലും നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങൾ വീതം രണ്ട് ടീമും കളിച്ചു. ഒറ്റനൊറ്റത്തോടെ രണ്ട് ടീമും ഫൈനൽ വരെ എത്തി എന്ന് തന്നെ വളരെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. കാരണം ആദ്യ മത്സരങ്ങളിലുണ്ടായ ആ ഒരു പ്രഷറിലല്ല അർജന്റീന ടീമും അതുപോലെ തന്നെ സ്പെയിനും കളിച്ചത്. സ്പെയിൻ ഫസ്റ്റ് മാച്ച് കാപ്പെ വെർഡെ ആയിട്ടാണ് കളിച്ചത്. പക്ഷെ കാപ്പെ വെർഡെക്ക് എതിരെ കളിക്കുമ്പം നമുക്കറിയാം, ഇപ്പൊ സ്പെയിനിന്റെ ഗോൾ കീപ്പർ ഉനായ് സൈമൺ അത്യാവശ്യം ഫോമിലാണ് അദ്ദേഹം. പക്ഷെ അന്ന് അവരുടെ സ്ട്രൈക്കിംഗ് പ്ലെയർ ആരായിരുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും മികച്ച പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ ആഴ്സണലിന്റെ ഗോൾ കീപ്പറാണ്. ആഴ്സണലിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആക്കിയ, അതുപോലെ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൽ മത്സരിച്ച ഗോൾ കീപ്പർ ഡേവിഡ് റവ അത് കിടക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് കിട്ടിയ ഒരു അവസരത്തെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെന്റിൽ തന്നെ ഗോൾഡൻ ഗ്ലൗ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗോൾ കീപ്പറിന്റെ മുൻനിരയിലേക്ക് ഉനായ് സൈമൺ മാറിയെന്നതാണ്. അപ്പൊ ടീമിന്റെ ഒന്നടങ്കം എല്ലാ പ്ലേയേഴ്സും, ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ പറയുകയാണെങ്കിൽ യമാലും അതുപോലെ തന്നെ ഓൾമോയും അതുപോലെ ഓയസബാലിന്റെ ഗോളടി മികവും അതുപോലെ മിഡ്ഫീൽഡിൽ ചോട്രി അദ്ദേഹം നിയന്ത്രിക്കുന്ന പന്തടക്കവും അതുപോലെ ടീം മൊത്തത്തിൽ ഡിഫൻസിലാണെങ്കിൽ ലാപ്പോർട്ടയും അതുപോലെ തന്നെ കുക്കറേലിയും ഒക്കെ അതീവ മിന്നാണ്ട് ഗോളടിച്ച പെട്രോ ഒക്കെ വളരെയധികം മികച്ച പോലെ. മറുഭാഗത്ത് അർജന്റീനയിൽ വളരെ അനുഭവ സമ്പത്താണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം എന്താ പറഞ്ഞാൽ 2014 മുതൽ ഞാൻ വേൾഡ് കപ്പ് ലൈവ് മാച്ചസ് കാണുന്നുണ്ട്. ബ്രസീലിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും അതുപോലെ തന്നെ അതിനുശേഷം ഖത്തറിലും. അപ്പൊ അർജന്റീനയിൽ ഒരുപാട് മത്സരങ്ങൾ കാണാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നേരിട്ടുള്ള മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് 2018 എംബാപ്പയുടെ ടീം, അതായത് ഫ്രാൻസ് ടീമിന്റെ എൻകോളക്കാന്റെ എംബാപ്പെ അതുപോലെ തന്നെ പോഗ്ബ എന്നിവരോടൊപ്പം ഓടിയിട്ട് എത്താത്ത ഒരു അർജന്റീന ടീമുണ്ടായിരുന്നു. അന്ന് ഓട്ടോമാറ്റിക് കളിക്കുന്നുണ്ട്, മെസ്സി കളിക്കുന്നുണ്ട്, ടീമിൽ പലരും ഉണ്ട്. പക്ഷെ അന്നത്തെ ആ ടീമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6-8 വർഷത്തേക്ക് മാറുമ്പോൾ ആ ടീമിലുണ്ടാകുന്ന ഊർജ്ജസ്വലതയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും. ശ്രീ CKP ഷാനവാസ് നേരത്തെ പറഞ്ഞു, ഈ ഖത്തർ ലോകകപ്പിൽ നിന്ന് അമേരിക്കയിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ലോകകപ്പ് എത്രത്തോളം വളർന്നു എന്ന് തോന്നുന്നു? ഈ ലോകകപ്പിന്റെ പ്രശസ്തി, ഫുട്ബോൾ ലോകകപ്പ് വെച്ചാല് ഗ്ലോബൽ സ്പോർട്സിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് ഫുട്ബോൾ വേൾഡ് കപ്പ്. അപ്പൊ അതില് നമ്മളതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം അതിന്റെ സ്പോൺസർഷിപ്പ് ലെവലാണെങ്കിൽ അതിന്റെ ഞാൻ ലോജിസ്റ്റിക് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് എത്രമാത്രം കുറ്റമറ്റതായ രീതിയിൽ അത് ആ ഒരു ഇവന്റ് സംഘടിപ്പിക്കാനും പിന്നെ അത് സക്സസ്ഫുൾ ആണ്. കാരണം ലോകത്തിലെ 3.5 ബില്യൺ ആളുകളോളം ഈ മത്സരങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും ലോകത്തിന്റെ പകുതിയോളം ആളുകൾ ഈ മത്സരങ്ങൾ വീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുണ്ടാവേണ്ടത് അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലെ എക്സ്പോഷർ, അപ്പൊ ആളുകൾ അത് സ്വീകരിക്കുന്ന രീതി. അപ്പൊ വേൾഡ് വൈഡ് ഇപ്പം തന്നെ 40 ടീമായി. ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പിന് 64 ടീം വരുമെന്ന് പറയുന്നത്. 211 രാജ്യങ്ങളാണ് ഫിഫയുടെ അഫിലിയേറ്റഡ് മെമ്പർ അസോസിയേഷൻ ആയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ടീമുകൾ വരുമ്പോൾ വീണ്ടും കൂടുതൽ ജനകീയമാകും. അതുപോലെ പല ടീമുകൾ വരും. ഇത്തവണ തന്നെ 4 പുതിയ ടീമുകൾ വന്ന ടീമുകളൊന്നും വലിയ തരക്കേടില്ലാത്ത പെർഫോമൻസ് വെച്ചിട്ടുണ്ട്. അതിൽ എടുത്തു വരേണ്ടതാണ് കേപ്പെ വെർഡെ, അതുപോലെ തന്നെ കൊറസാവോ 7-1 ജർമ്മനിയോട് തോറ്റെങ്കിലും നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ ഏഷ്യൻ പ്രതിനിധികളായി വന്ന ജോർഡനും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അപ്പോൾ ഗ്ലോബൽ ഫുട്ബോളിൽ എല്ലായിടത്തും ഒരേ ഒരു പ്രസൻസ്, അതൊരു പെർഫോമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെ ഒരു സൗദി ലീഗിൽ കളിക്കാണ്. അതുപോലെ തന്നെ നേരത്തെ ചൈന ജപ്പാൻ ലീഗ് മോഡ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പൊ അത്തരത്തിൽ ഫുട്ബോൾ ഗ്ലോബലി ഒരു ഗ്ലോബൽ റീച്ചിലേക്ക് ഫുട്ബോൾ വരികയാണ് വീണ്ടും വീണ്ടും. തീർച്ചയായും താങ്കൾ ലോജിസ്റ്റിക് മേഖലയിൽ നിന്നുള്ള ഒരാളെന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുന്ന തരത്തിൽ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഇറാൻ ടീമിനോട് ചെയ്ത കാര്യങ്ങളുണ്ട്, സൊമാലിയൻ റഫറി ഒമർ അർത്താനെ മടക്കി അയച്ച സംഭവം ഇത്തവണ ഉണ്ടായി, റെഡ് കാർഡ് വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ, ഇതിലൊക്കെ വലിയ വിവാദമാകുന്നതൊക്കെ കണ്ടു. ഇതൊക്കെ ഈ ലോകകപ്പിന്റെ ശോഭ ഏതെങ്കിലും തരത്തിൽ കെടുത്തുന്ന തരത്തിലേക്ക് പോയി. ഇത് ഏത് തരത്തിലായിരിക്കും ഇത് ഇനി ഫിഫ കാണുക? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂവും പിന്നെ മറ്റൊരു ഗെയിമുമാണ്. രണ്ടും രണ്ട് രീതിക്കാണ്. അപ്പൊ ഗെയിം സെൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ 39-ാം വയസ്സിൽ മെസ്സിയും 41-ാം വയസ്സിൽ റൊണാൾഡോയും കളിക്കുമ്പോൾ ആളുകൾ അതിനെ ഫോക്കസ് ചെയ്യുന്ന രീതി. രണ്ടാമത് പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത്. നമുക്ക് റഫറിയെ മടക്കി അയച്ചതും അതുപോലെ തന്നെ ഇറാൻ ടീമിന് മറ്റൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് വലിയ യാത്രകൾ ചെയ്ത് അടുത്ത മത്സരത്തിന് ഇറങ്ങുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള 47 ടീമിനോട് എങ്ങനെയാണ് സമീപിക്കുന്നത് അതേ സമീപനം ഞങ്ങളോട് വേണമെന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തില് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും അസസ് ചെയ്യുന്നുണ്ട് ഫിഫ, തീർച്ചയായിട്ടും അസസ് ചെയ്യും. കാരണം ഈ വരുന്ന 2027 മാർച്ചിൽ ഫിഫ കോൺഗ്രസിലാണ് അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത്, ഫിഫ പ്രസിഡന്റിന്റെ അടുത്ത ഇലക്ഷൻ. അപ്പൊ ഫിഫ പ്രസിഡന്റ് ഇപ്പം 11 വർഷമായി, 12ാമത്തെ വർഷത്തിലേക്ക് അടുത്ത വർഷം പോകുമ്പോൾ ഈ മാർച്ചിലേക്ക് വരുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്ടുകൾ എന്തായിട്ടുണ്ടാവും. കാരണം അത്തരത്തിൽ ഫിഫ യുഎന്നിനെക്കാട്ടും കൂടുതൽ രാജ്യങ്ങളുടെ പ്രസൻസ് ഉള്ള സ്ഥലമാണ് ഫിഫ. യുഎന്നിൽ 195 കൺട്രീസ് ആണ്, ഇവിടെ 211 കൺട്രീസ് ആണ്. അപ്പം അത്തരത്തില് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ചർച്ച ചെയ്യും. അത് ഫുട്ബോളിന് എഫക്റ്റ് ആവാത്ത രീതിയിൽ, അതായത് ഫുട്ബോൾ എന്ന ഗെയിമിന് എഫക്റ്റ് ആവാത്ത രീതിയിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം വിട്ടുപോയെന്ന് വെച്ചാൽ നമുക്കറിയാം മെസ്സിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു, ഞാൻ അതാണ് നേരത്തെ പറയാം, 2014 ബ്രസീലിൽ കണ്ട മെസ്സിയേക്കാൾ മികച്ച മെസ്സിയാണ് ഇപ്പോൾ 2026 US കളിക്കുന്നത്. 8 ഗോളും 4 അസിസ്റ്റും എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിസ്സാര കാര്യമില്ല. അദ്ദേഹത്തിൽ ഒരു പ്ലെയർ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഇംഗ്ലണ്ട് മാച്ചിൽ അദ്ദേഹത്തിന്റെ ആകെയുള്ള ബോൾ ടച്ചിന്റെ ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റ് താഴെയാണ്. അതിൽ തന്നെ 92 ടച്ചസും 2 ക്രൂഷ്യൽ പാസസ്. അദ്ദേഹത്തിന്റെ ആ ഒരു മികവിലാണ് ടീം അവസാന നിമിഷത്തിൽ ഗോൾ അടിക്കുന്നത്. അപ്പൊ മെസ്സി ബോക്സിന് അകത്ത് കളിക്കുമ്പോഴും പുറത്ത് കളിക്കുമ്പോഴും അപകടകാരിയായ ഒരു കളിക്കാരനായിട്ട് തന്നെ മാറുകയാണ്. അപ്പൊ അത്തരത്തില് ഫുട്ബോളിലെ നമുക്ക് ഒരു ആംഗിളിലും ഫുട്ബോൾ എന്ന ഗെയിമിന് ഒരു ആംഗിളിലും അതുപോലെ തന്നെ ഫുട്ബോളിലെ പൊളിറ്റിക്സ് മറ്റൊരു ആംഗിളിലും കാണുക എന്നതാണ് എനിക്കിപ്പം ഈ ഒരു സന്ദർഭമായിട്ട് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഇന്ത്യയുടെ ഒരു ആംഗിളിൽ കൂടി ഈ വിഷയത്തെ കണ്ടാൽ അടുത്ത ലോകകപ്പ് 4 ടീമുകളാക്കുമെന്നൊക്കെ ഒരു ആലോചന തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴെങ്കിലും കളിക്കാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഒരു സാധ്യത കൂടി ഏത് തരത്തിലാണ് ഇനി നമ്മൾ ഒരുങ്ങേണ്ടത് എന്നത് കൂടി ചോദിക്കുമ്പോൾ എന്താകും മറുപടി? നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും വലിയ രാജ്യം, അപ്പോൾ നമുക്കിപ്പം ഒരു ഫുട്ബോൾ കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്യാണ്ട്. ഇപ്പൊ ക്രിക്കറ്റില് നമുക്ക് അങ്ങനെ ഒരു ഉണ്ട്. കാരണം ക്രിക്കറ്റില് എല്ലായിടത്തും നല്ല രീതിയിൽ BCCI നല്ല രീതിയിൽ ഫണ്ട് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേറ്റിലും അവർ ഫണ്ട് ചെയ്തുകൊണ്ട് നല്ല ക്രിക്കറ്റ് അക്കാഡമികളും അതുപോലെ തന്നെ പ്രൊഫഷണൽസും. ക്രിക്കറ്റിലിപ്പം ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഒരു 8-10 രാജ്യങ്ങളാണ് കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുന്നത്. ഫുട്ബോൾ മാതിരി ഇപ്പൊ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കേപ്പ് വെർഡെ ആയിട്ടുള്ള മാച്ചിൽ സ്പെയിനിനോ അല്ല അതിനേക്ക് ഇത്ര വലിയൊരു സമ്മർദ്ദം, ഹൈ ഇന്റൻസിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അത്തരം ടീമുകൾ നല്ല അതുപോലെ ഇത് ഫുട്ബോളിൽ ഇന്ത്യക്ക് നമുക്കൊരു ലോങ് ടേം പ്രോസസ് പ്ലാൻ, അത് പല സെന്റർ ഓഫ് എക്സലൻസ് ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ഉണ്ടാവേണ്ടത്. കാരണം നമുക്ക് ആ തരത്തിലുള്ള കളിക്കാരൊക്കെ കണ്ടെത്തിക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ 2016 തോന്നുന്നു ഈ വേൾഡ് കപ്പ് ഇപ്പം ഈ മറ്റന്നാൾ ഫൈനൽ നടക്കാൻ പോകുന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തില് അവിടെ വെച്ചിട്ട് 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിയോട് അർജന്റീന തോൽക്കുന്നുണ്ട്. അപ്പൊ പെനാൽറ്റി തീർച്ചയായും അതൊരു വലിയ പ്രശ്നം കൂടിയാണ്, നമുക്കറിയാം. കാരണം അത്രമാത്രം കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ അത് വല്ലാതെ വളർന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി, ഈ സാങ്കേതിക വിദ്യയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ആ തരത്തിലാണ് ലോകകപ്പ് മാറിയിരിക്കുന്നത്. അത് ഫുട്ബോളിനെ കൂടുതൽ ജനകീയമാക്കുമെന്നൊക്കെ നമ്മൾ കരുതി. പക്ഷേ ഓരോരുത്തരും റഫറിയായി മാറുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കാരണം ഓരോ ദൃശ്യവും നമുക്ക് അത്രമാത്രം ക്ലോസ് ആയി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഈ ഫേവറേറ്റിസം മാറ്റാൻ സാങ്കേതിക വിദ്യക്ക് പറ്റുന്നുണ്ടോ? ഏത് തരത്തിലാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? ഈ ഓരോ മത്സരത്തിന് മുന്നേയും ഈ റഫറിമാര് എല്ലാ ബാറിന്റെ മുഴുവൻ ക്യാമറയും വെച്ചിട്ട് ഒരു സിമുലേഷൻ മാച്ചസ് കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ അതില് ഓരോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിലിപ്പം വന്നിരിക്കുന്ന ഇപ്പൊ കോൺഗ്രസ് ഈജിപ്തിന്റെ ഒരു ഫൗളാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പൊ അത് അത്തരത്തിലുള്ള ഫൗള് അത് നേരെ ഗോളിലേക്ക് പോകുന്നു.
സത്യത്തില് ഇൻഫർമേഷൻ റഫറിക്ക് കിട്ടാനുള്ളൊരു താമസം, അത് ക്ലോസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു ഫൗൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന് പെനാൽറ്റി കിട്ടാത്തതൊക്കെയാണ് നമുക്ക് വലിയ വിധവാദമായത്. തീർച്ചയായിട്ടും അത്തരം സാങ്കേതിക വിദ്യകളിൽ ഇനിയും കൂടുതൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവേണ്ടതായിട്ടുള്ളതെന്നാണ് ഇതൊക്കെ പോലും മനസ്സിലാവുന്നത്. കാരണം ഇതൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മുമ്പ് നമുക്ക് റഫറി ഫൈനൽ ഡിസിഷൻ മേക്കർ റഫറിയാണ്. അപ്പൊ ഇത്തവണ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അസിസ്റ്റന്റ് റഫറിമാരും അതുപോലെ തന്നെ ഓവർ ചെക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ ഈ ഓരോ മാച്ചസിനും അവർക്ക് കിട്ടുന്ന മാച്ചിന് മുമ്പേ അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചാൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. കാരണം അവരുടെ പ്രായം തന്നെ 45 വയസ്സിന് താഴെയാണ് റഫറീസിന്റെ റിട്ടയർമെന്റ് ഏജ്. അപ്പം അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ ഹൈ പ്രൊഫൈൽ മാച്ചസ് കൺട്രോൾ ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് റഫറീസ് ആണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഫിഫയുടെ ഇതിനൊരു പ്രത്യേക കമ്മിറ്റി തന്നെ ഉണ്ട്, ഫിഫ ടെക്നിക്കൽ അതുപോലെ റഫറി അസസ്മെന്റ്. അങ്ങനെ അത് മുൻ ഇറ്റാലിയൻ റഫറി ജിയാൻ ലൂയിജി കൊളീനിയുടെ കീഴിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പക്ഷേ എല്ലാം തന്നെ ഇത്തരം ചർച്ചകൾ വിവാദങ്ങളൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും എന്തിരുന്നാലും അവർ ഡിസ്കസ് ചെയ്യും, അതിന്റെ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ഫുട്ബോളിന്റെ വിജയത്തിന് തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അവസാനം അത് ഫുട്ബോളിന്റെ ഒരു വിജയം